Hi, good morning, dears. Welcome to all. Today, let us discuss the next section, section 3, prose. Here we can see two chapters in this section. First of all, let us discuss the chapter Boss by E.V. Lucas. We can go through the introduction. Edward Verrall Lucas, 1868 to 1938, is best known as an essayist and journalist. He was born as the son of the Alfred Lucas and Jane Lee Drivert. ലൂക്കാസ് ഒരു വലിയ അല്ലെങ്കിൽ മഹാനായ ഒരു ഉപന്യാസകർത്താവും ഒരു ജേർണലിസ്റ്റും എന്ന നിലകളിലാണ് അറിയപ്പെട്ടിരുന്നത്. ഹി വാസ് ബോൺ ആസ് ദ സൺ ഓഫ് ആൽഫ്രഡ് ലൂക്കാസ് ആൻഡ് ജെയിൻ ലീ ഡ്രിവേർട്ട്. ഇവരുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിച്ചത്. ടാലൻറ്റഡ് ദോ ഹി വാസ്, ഹി കുഡ് നോട്ട് പേഴ്സ്യൂ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ ഡ്യൂ ടു ഫിനാൻഷ്യൽ പ്രോബ്ലം. വളരെ കഴിവുള്ള ആളായിരുന്നെങ്കിലും പണത്തിൻ്റെ അഭാവം കാരണം അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാനുള്ള അവസരമൊന്നും കിട്ടിയില്ല. ഹി ബിലോങ്ഡ് ടു ദ ക്വേക്കർ ഫാമിലി. അദ്ദേഹം ഒരു ക്വേക്കർ കുടുംബാംഗമായിരുന്നു. ഓൺ അക്കൗണ്ട് ഓഫ് ഹിസ് ക്വേക്കർ ബാക്ക്ഗ്രൗണ്ട് ഹി വാസ് കമ്മീഷൻ ടു റൈറ്റ് ദ ബയോഗ്രഫി ഓഫ് ബെർണാഡ് ബാർട്ടൺ, ദ ക്വേക്കർ പോയറ്റ്. അതുകൊണ്ട് തന്നെ ക്വേക്കർ ഫാമിലിയിലെ അംഗമായതുകൊണ്ട് തന്നെ ക്വേക്കർ കവിയായ ബെർണാഡ് ബാർട്ടൻ്റെ ജീവിതചരിത്രം എഴുതുവാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ദ സക്സസ് ഓഫ് ദ ബുക്ക് ഓപ്പൺഡ് എ വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് ബ്രോട്ട് ഹിം ഫെയിം ആൻഡ് ലോറൽസ്. ഈ ഒരു പുസ്തകത്തിൻ്റെ വിജയമാണ് ലൂക്കാസിന് പണവും അതുപോലെ തന്നെ പ്രശസ്തിയും നേടിക്കൊടുത്തത്. He made his mark as a prolific and versatile writer of lighting, entertaining essays, novels and non-fictions. രസാവഹമായ ലേഖനങ്ങളും നോവലുകളും മറ്റും എഴുതുന്ന ഒരു പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനായി അദ്ദേഹം മാറുകയായിരുന്നു. Keen observation of life and witty portrayal of people and incidents have made him a popular writer. അദ്ദേഹത്തിൻ്റെ കീൻ ഒബ്സർവേഷൻ, വളരെ സൂക്ഷ്മമായ ജീവിതത്തെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ, അതുപോലെ തന്നെ സംഭവങ്ങളുടെ വളരെ രസകരമായ അവതരണം, ഇതൊക്കെ അദ്ദേഹത്തെ വലിയ എഴുത്തുകാരനാക്കി മാറ്റി. ലൂക്കാസ് ഹാഡ് വൈഡ് വെറൈറ്റി ഓഫ് ഇൻട്രസ്റ്റ് റേഞ്ചിങ് ഫ്രം ദ സ്പോർട്സ് ആൻഡ് ഡൊമസ്റ്റിക് ലൈഫ് ഓഫ് ഫൈൻ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ. ആളുകളെപ്പറ്റിയും സ്ഥലങ്ങളെപ്പറ്റിയും സംഭവങ്ങളെപ്പറ്റിയും ഒക്കെ അദ്ദേഹം എഴുതി. സ്പോർട്സ്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക്കിലെ കാര്യങ്ങൾ, അതുപോലെ ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ, ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം അദ്ദേഹം എഴുതുമായിരുന്നു. ഹിസ് എസ്സേ എൻജോയ്ഡ് ഇമ്മൻസ് പോപ്പുലാരിറ്റി. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെല്ലാം വളരെയധികം ജനങ്ങൾ ഇഷ്ടപ്പെട്ടു. ലൂക്കാസ് ഹ്യൂമർ ഈസ് ജനറലി എ കൈൻഡ് ആൻഡ് ഹ്യൂമൻ ഈസ് എൻ എവിഡൻറ്റ് ഹിസ് ബോസ്. അദ്ദേഹത്തിൻ്റെ ഈയൊരു തമാശ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ലൂക്കാസ് വാസ് അസോസിയേറ്റഡ് വിത്ത് ദ ന്യൂസ് പേപ്പർ ദ ഗ്ലോബ്, ദ ലിറ്റററി ജേണൽ ദ അക്കാദമി ആൻഡ് ദ ഹ്യൂമർ മാഗസിൻ പഞ്ച്. ന്യൂസ് പേപ്പറായ ദി ഗ്ലോബ്, അതുപോലെ തന്നെ ലിറ്റററി ജേണലായ ദി അക്കാദമി, അതുപോലെ തന്നെ തമാശ മാഗസിനായ പഞ്ച് മുതലായവയിൽ അദ്ദേഹം അദ്ദേഹം എഴുതിയിരുന്നു. ഫാൻഡം ജേണൽ ആൻഡ് ദ തോട്ട്സ് അറ്റ് ദ പെറി ആർ ഹിസ് വെൽ നോൺ ബുക്സ് ഓഫ് എസ്സേസ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സമാഹാരങ്ങളായിരുന്നു ഫാൻഡം ജേണൽ, അതുപോലെ തന്നെ തോട്ട്സ് അറ്റ് ദി ഫെറി. ബിസൈഡ്സ്, ഇതിനൊക്കെ പുറമെ ഇതുകൂടാതെ ഹി റോഡ് എ ഡസൻ നോവൽസ് ആൻഡ് പബ്ലിഷ്ഡ് മെനി ട്രാവലോഗ്സ്, നോട്ടബിൾ വൺ അമംഗ് ദം എ ബീയിങ് എ വാണ്ടറർ ഇൻ വെനീസ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഒരു ഡസനോളം നോവലുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് യാത്രാ വിവരണങ്ങളും ഉണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒന്നായിരുന്നു എ വാണ്ടറർ ഇൻ വെനീസ്. സഞ്ചാര സാഹിത്യത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കൃതിയായിരുന്നു എ വാണ്ടറർ ഇൻ വെനീസ്, 1914. ലൂക്കാസ് ഈസ് റെക്കഗ്നൈസ്ഡ് ആസ് ദ എഡിറ്റർ ഓഫ് ചാൾസ് ലാംസ് വർക്ക്സ് ആൻഡ് ആസ് ഹിസ് ബയോഗ്രഫർ.
അതുപോലെ തന്നെ ചാൾസ് ലാംബിൻ്റെ കൃതികളുടെ എഡിറ്ററും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരനുമായിരുന്നു ലൂക്കാസ്. എഡ്വാർഡ് ഗോസ് കാൾഡ് ഹിം ദ ബെസ്റ്റ് ലിവിംഗ് എസ്സേയിസ്റ്റ് സിൻസ് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ. Frank Sinner, the English essayist and novelist, describes him thus: Lucas had a great appetite for the curious, the human, and the ridiculous. സുപ്രസിദ്ധമായ എഴുത്തുകാരനായ ഫ്രാങ്ക് സിനോഡൻ ലൂക്കാസിനെ പറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: അദ്ദേഹം അസാധാരണമായ കാര്യങ്ങൾക്കും മനുഷ്യത്വമുള്ളവക്കും അതുപോലെ തന്നെ മണ്ടത്തരങ്ങൾക്കുമെല്ലാം ലൂക്കാസിന് ഒരു പ്രത്യേകമായ അഭിരുചി ഉണ്ടായിരുന്നു. എഡ്വാർഡ് ഗോസ് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം ഒരു ബെസ്റ്റ് ലിവിങ് എസ്സേയിസ്റ്റ് ആണ്, അല്ലേ, ഏറ്റവും നല്ല എസ്സേയിസ്റ്റ് ആണെന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. If he were offered a story, an incident, or an absurdity, his mind instantly shaped it with wit and form. ഏതെങ്കിലും ഒരു കഥയോ അല്ലെങ്കിൽ ഒരു സംഭവമോ ഒരു മണ്ടത്തരമോ കേട്ടാൽ അദ്ദേഹം അത് തമാശ കൊണ്ട് പൊതിയുമായിരുന്നു. എന്നിട്ട് അതിൻ്റെ ആ രൂപത്തിലേക്ക് തമാശ ചാലിച്ചുകൊണ്ട് അദ്ദേഹം ഒരു രൂപത്തിലാക്കും. He read a character with wisdom and gravely turned into a fun. അദ്ദേഹം ആ ഒരു ക്യാരക്ടറിനെ വിത്ത് വിസ്ഡം, വളരെ വിസ്ഡത്തോടുകൂടെ അതിനെ വായിക്കും. ആൻഡ് ഗ്രേവ്ലി ടേൺ ടു ഇറ്റ് ടു ഫൺ, എന്നിട്ട് വളരെ ഗൗരവപരമായി അതൊരു തമാശയിലേക്ക് മാറ്റാൻ സാധിക്കും. അല്ലേ, ഒരു ചെറിയ കാര്യം കിട്ടിയാൽ പോലും അതിനെ നർമ്മം കൊണ്ട് പൊതിയാനും രസവാഹമായി അവതരിപ്പിക്കാനും അദ്ദേഹത്തിന് പ്രത്യേകമായ ഒരു കഴിവുണ്ടായിരുന്നു. He versified a fancy or concentrated in an anecdote or an instant all that a vaguer mind might stagger for an hour to express. അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു നിരൂപകൻ്റെയും ഒരു കമൻറ്റേറ്ററുടെയും മൈൻഡായിരുന്നു. But his voice was mind of a critic and a commentator, and the hideous sustained labor of the ambitious novelist was impossible to him. അല്ലേ, ഏതുപോലെ വലിയ നോവലുകളൊന്നും ഇരുന്ന് എഴുതാനുള്ള എല്ലാ വലിയ എഴുത്തുകാരൊക്കെ എഴുതുന്നത് പോലെ ഒരുപാട് നേരം ഇരുന്ന് എഴുതാനുള്ള ക്ഷമയൊന്നും അദ്ദേഹത്തിനില്ലായിരുന്നു. അദ്ദേഹം വളരെ പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനിച്ച് അതിനെ ഒരു നർമ്മത്തിലൂടെ അവതരിപ്പിക്കുന്ന ആളായിരുന്നു വി ലൂക്കാസ്. ഇനി നമുക്ക് പറയുന്നത് ലാസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ചെറിയൊരു ഷോർട്ട് സമ്മറി ആയിരിക്കും. ബോസ് ഈസ് എ ടിപ്പിക്കൽ ലൂക്കാസ് എസ്സേ. ലൂക്കാസിൻ്റെ നർമ്മബോധം തുളുമ്പി നിൽക്കുന്ന ഒരു എസ്സേയാണ് ബോറന്മാർ. The writer makes a witty observation about one of the universal human traits, imposing too much of ourselves on others. മനുഷ്യരിൽ കാണുന്ന സാധാരണ ഒരു സ്വഭാവമാണ് അവൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുക എന്നത്. One's universal human traits, imposing too much to ourselves on others. അല്ലെ, നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കുക എന്നത് സാധാരണ എല്ലാ മനുഷ്യരിലും കാണുന്ന ഒരു കാര്യമാണ്. A bore is a person who arouses boredom. ഒരു ബോറൻ എന്ന് പറഞ്ഞാൽ അർത്ഥം മറ്റുള്ളവരെ ബോറാക്കുന്നവൻ എന്നാണ്. The long conversation need not make a person necessarily a bore. നീണ്ട സംഭാഷണം നടത്തുന്നവർ ചിലപ്പോൾ ബോറന്മാരായിക്കൊള്ളണമെന്നില്ല. The long conversation need not make a person necessarily a bore. After all, we had a great conversationalist such as Dr. Johnson and Fidel Castro. സംഭാഷണ ശൈലി കൊണ്ട് ജനശ്രദ്ധ പിടിച്ചുപറ്റിയവരാണ് ഡോക്ടർ ജോൺസൺ, ഫിഡൽ കാസ്ട്രോ എന്നീ ആളുകൾ. എന്നിട്ട് അവർ ബോറന്മാരല്ല, അല്ലേ. ഇറ്റ് ഈസ് ദ ഇറവലവൻസ് ഓഫ് ദ സബ്ജക്റ്റ്, ടോട്ടൽ ഡിസ്റിഗാർഡ് ഓഫ് ദ കോണ്ടെക്സ്റ്റ്, നോൺ കൺസിഡറേഷൻ ഓഫ് ലിസണേഴ്സ് ഇൻട്രസ്റ്റ് ദാറ്റ് മേക്സ് എ പേഴ്സൺ എ ബോർ. ഒരാളെ ബോറന്മാരാക്കുന്നത്, അല്ലെ, മറ്റുള്ളവരെ ബോറന്മാരാക്കുന്നത് ഇറവലൻസ് ഓഫ് ദ സബ്ജക്റ്റ്, പ്രമേയത്തിൻ്റെ അസാംഗത്വം എന്ന് പറഞ്ഞാൽ അത് ഒരു അസംബന്ധമായ കാര്യങ്ങൾ പറയുക. ടോട്ടൽ ഡിസ്റിഗാർഡ് ഫോർ ദ
കോണ്ടക്സ്റ്റ്. അല്ലാത്തത് പറയുക. സാഹചര്യത്തിന് പ്രതികൂലമായി സംസാരിക്കുക. നോൺ കൺസിഡറേഷൻ ഓഫ് ദ ലിസണേഴ്സ് ഇൻട്രസ്റ്റ്. ശ്രോതാക്കളുടെ താല്പര്യത്തെ ശ്രദ്ധിക്കാതിരിക്കുക, അതിനെ പരിഗണിക്കാതിരിക്കുക. ദാറ്റ് മേക്സ് എ പേഴ്സൺ ബോർ. ഇതൊക്കെയാണ് ബോറന്മാർ ആകുന്നത് കാര്യങ്ങൾ. ഒന്ന്, പ്രമേയം എന്ന് പറഞ്ഞാൽ അത് ഒരു അസംബന്ധമായ കാര്യങ്ങൾ പറയുക, സബ്ജക്റ്റ്. വിഷയ അടിസ്ഥാനത്തിലല്ലാതെ പറയുക. അതുപോലെ തന്നെ സന്ദർഭോചിതമല്ലാത്തത് പറയുക. ശ്രോതാക്കൾക്ക് രസിക്കുന്നോ ഇല്ലയോ എന്ന കാര്യങ്ങൾ നോക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ ബോറന്മാരാക്കുന്നത്. ബോസ് thrive on our human nature, kindness and tendency to listen others. ബോറന്മാർ ഇവരെ വളരാനുള്ള കാരണം ബോസ് ത്രൈവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രമാതീതമായി വളരുക. ഓൺ അവർ ഓൺ ഹ്യൂമൻ നേച്ചറിലെ നമ്മുടെ മനുഷ്യ സ്വഭാവം കൊണ്ടാണ്. ആൻഡ് കൈൻഡ്നെസ് നമ്മുടെ നന്മ കൊണ്ടും. ആൻഡ് ടെൻഡൻസിറ്റി ടു ലിസൺ അതേഴ്സ് മറ്റുള്ളവരെ ശ്രവിക്കാനുള്ള നമ്മുടെ സന്നദ്ധത കൊണ്ടുമാണ്. ബോറന്മാർ ഇവിടെ തഴച്ചു വളരുന്നത് മനുഷ്യത്വവും ദയവും മറ്റുള്ളവരെ ശ്രവിക്കാനുള്ള അല്ലെങ്കിൽ കേട്ടു നിൽക്കാനുള്ള നമ്മുടെ സന്നദ്ധതയും കൊണ്ടാണ് ബോറന്മാർ ഇവിടെ തഴച്ചു വളരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബോറന്മാരുടെ കാര്യങ്ങളൊന്നും കേൾക്കാൻ ആളുകളില്ലെങ്കിൽ ബോറന്മാർ ഇവിടെ തഴച്ചു വളരുകയില്ല. The style of writing is witty and conversational with no malice even against boss. ഇവിടെ ലൂക്കാസിൻ്റെ ഈ ഒരു രീതി അല്ലെ, എഴുത്തിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അത് ഒരു സംഭാഷണപരമായതാണ്. അതുപോലെ തന്നെ വിറ്റിയാണ് അല്ലേ, വളരെ രസകരമായ രീതിയിലാണ്. വിത്ത് നോ മാലീസ് ഈവൻ എഗെയിൻസ്റ്റ് ബോസ്. ഒരിക്കലും ആരോടും ഒരു വിദ്വേഷമില്ലാത്ത രീതിയിലാണ് അദ്ദേഹം എഴുതുന്നത്. മാലീസ് മീൻസ് വിദ്വേഷം അല്ലെങ്കിൽ ദേഷ്യമില്ലാതെ. ഈവൻ എഗെയിൻസ്റ്റ് പോലെ ബോറന്മാരോട് പോലും ഒരു ദേഷ്യം കാണിക്കാതെയാണ് അദ്ദേഹം ഈ ഒരു എസ്സേ എഴുതുന്നത്. ഒരിക്കലും അവരെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിലും അത് വളരെ രസകരമായ രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ദേഷ്യത്തോടെയല്ല അദ്ദേഹം പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. It requires a sense of superiority, assurance and self-confidence to write about bores at all, except as one of them. But since your true bore is always unconscious for his borishness, and indeed usually thinks of himself as the most companionable of men, to write as one of them is to acquit oneself of the stigma. Nonetheless, at some time, I fear everybody is a bore, because everybody now and again has a fixed idea to impart. And the fixed ideas of the few are the boredoms of the many. ആദ്യം പറയുന്നത്, യു ക്യാൻ റൈറ്റ് അബൌട്ട് എ ബോർ ഓൺലി ഇഫ് യു ആർ ആൾസോ എ ബോർ. ഇറ്റ് റിക്വയർസ് എ സെൻസ് ഓഫ് സുപ്പീരിയോറിറ്റി, അഷുറൻസ് ആൻഡ് സെൽഫ് കോൺഫിഡൻസ് ടു റൈറ്റ് അബൌട്ട് ബോർസ്. നിങ്ങൾ ഒരു ബോറനാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബോറന്മാരെ പറ്റി എഴുതുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് അതിൻ്റെ അർത്ഥം. ടു റൈറ്റ് അബൌട്ട് എ ബോസ് എ പേഴ്സൺ റിക്വയർസ് എ സെൻസ് ഓഫ് സുപ്പീരിയോറിറ്റി. ബോറന്മാരെ പറ്റി എഴുതണമെങ്കിൽ താൻ അവരെക്കാളും സമർത്ഥനാണെന്ന തോന്നൽ വേണം. ആൻഡ് അഷുറൻസ് ഉറപ്പ് വേണം. ആൻഡ് സെൽഫ് കോൺഫിഡൻസ് ആത്മവിശ്വാസവും ഉണ്ടായിരിക്കണം. എക്സെപ്റ്റ് ആസ് വൺ ഓഫ് ദം, നിങ്ങൾ അവരിൽ പെട്ട ഒരാളായിരിക്കണം. ഇനി പറയുന്നത്, ബട്ട് സിൻസ് യു ട്രൂ ബോർ ആൾവേസ് അൺകോൺഷ്യസ് ഓഫ് ഹിസ് ബോർനെസ്. എല്ലാ ബോറന്മാരും ചിന്തിക്കുന്നില്ല അവനൊരു ബോറനാണെന്ന്. അവർ ചിന്തിക്കുന്നില്ല അല്ലേ, മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന ബോറനായ ആളുകൾക്ക് ഒരിക്കലും തോന്നുന്നില്ല അയാളൊരു ബോറനാണെന്ന്. അവൻ്റെ വിചാരം എന്താണ് പിന്നെ? ആൻഡ് ഇൻഡീഡ് യൂഷ്വലി തിങ്സ് ഓഫ് ഹിംസെൽഫ് ആസ് ദ മോസ്റ്റ് കമ്പാനിയബിൾ ഓഫ് മെൻ. ടു റൈറ്റ് ആസ് വൺ ഓഫ് ദം ഈസ് അക്യൂഡ് വൺ സെൽഫ് ഓഫ് ദ സ്റ്റിഗ്മ. അവൻ്റെ വിചാരം, അവൻ്റെ സാന്നിധ്യം എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ്. പക്ഷേ ഒരു ബോറൻ എന്ന നിലയിൽ നിങ്ങൾ എഴുതുമ്പോൾ ആ കുറവ് നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നു. ടു റൈറ്റ് ആസ് വൺ ഓഫ് ദം ഈസ് അക്യൂട്ട്, നിങ്ങൾ എഴുതുകയാണെങ്കിൽ വൺ ഓഫ് ദം ഈസ് അക്യൂട്ട് വൺ സെൽഫ് ഓഫ് ദ സ്റ്റിഗ്മ. ഈ ഒരു കളങ്കം നിന്നിൽ നിന്ന് മോചിതനാകുന്നു.
ഒരു ബോറൻ എന്ന നിലയിൽ നിങ്ങൾ എഴുതുമ്പോൾ ആ ഒരു പോരായ്മ നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു. നൺദിലെസ് അറ്റ് ദ സെയിം ടൈം ഐ ഫിയർ എവറിബഡി ഈസ് ബോർ. സത്യത്തിൽ എല്ലാവരും ബോറന്മാരാണ്. കാരണം എവറിബഡി നൗ ആൻഡ് അഗെയിൻ ഹാസ് എ ഫിക്സ്ഡ് ഐഡിയ ടു ഇമ്പോർട്ട്. എല്ലാവർക്കും ഒരു സമയത്തല്ലെങ്കിൽ മറ്റൊരു സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരിക്കും. എ ഫിക്സ്ഡ് ഐഡിയ ടു ഇമ്പാർട്ട് എന്ന് പറഞ്ഞാൽ നൽകാൻ. ആൻഡ് ദ ഫിക്സ്ഡ് ഐഡിയാസ് ഓഫ് ദ ഫ്യൂ ആർ ദ ബോർഡംസ് ഓഫ് ദ മെനി. ഇങ്ങനെ മറ്റുള്ളവരെ അറിയിക്കുന്ന ചില ആശയങ്ങളാണ് പലർക്കും ബോറടിക്കുന്ന അവസ്ഥയായി മാറുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഇത് കേട്ടിട്ട്? കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ഇങ്ങനെ തന്നെയാണ്. ലാസ്റ്റ് നമുക്ക് ഈ ചാപ്റ്റർ കേൾക്കുമ്പോൾ നമുക്ക് ബോറടി തോന്നും. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളൊരു ബോറനാണെങ്കിൽ മാത്രമേ ബോറന്മാരെ പറ്റി എഴുതുവാൻ സാധിക്കുകയുള്ളൂ. ബോറന്മാരെ പറ്റി എഴുതുന്നെങ്കിൽ താൻ അവരെക്കാളും സമർത്ഥനായിരിക്കണമെന്ന തോന്നലും കഴിവും ആത്മവിശ്വാസവും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു ബോറനും ചിന്തിക്കുന്നില്ല അവൻ ബോറനാണെന്ന്. അവൻ്റെ വിചാരം, അവൻ്റെ സാന്നിധ്യം മറ്റുള്ളവരെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ്. പക്ഷേ ഒരു ബോറൻ എന്ന നിലയിൽ നിങ്ങൾ എഴുതുകയാണെങ്കിൽ ആ കുറവ് നിങ്ങളിൽ നിന്നും മാഞ്ഞു പോകുന്നു. സത്യത്തിൽ എല്ലാവരും ബോറന്മാരാണ്. എല്ലാവരുടെ ജീവിതത്തിലും ചില കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ചിലരുടെ ആഗ്രഹങ്ങളാണ് പലർക്കും ബോറടിക്കുന്ന അവസ്ഥയായി പിന്നീട് മാറുന്നത്. Also, even the least self-centered of men can now and then have a personal experience sufficiently odd to lose its true proportions and force him to inflict it over much of the others. തങ്ങളുടെ സ്വന്തം കാര്യം തന്നെ നോക്കാത്തവർ പോലും മറ്റുള്ളവരെ നിർബന്ധിച്ച് തങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാറുണ്ട്. ലീസ്റ്റ് സെൽഫ് സെൻറ്റേർഡ് ഓഫ് മെൻ എന്ന് പറഞ്ഞാൽ, ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച്, സെൽഫ് സെൻറ്റേർഡ് ഓഫ് മെൻ എന്ന് പറഞ്ഞാൽ സ്വന്തം കാര്യങ്ങൾ നോക്കാത്ത ആളുകൾ. നൗ ആൻഡ് ദെൻ പലപ്പോഴും ഹാവ് എ പേഴ്സണൽ എക്സ്പീരിയൻസ് സഫീഷ്യലി ഓർ ടു ലോസ് ഇറ്റ്സ് ട്രൂ പ്രൊപ്പോർഷൻ ടു ഫോഴ്സ് ഹിം ടു ഇൻഫ്ലിക്റ്റ് ഇറ്റ് ഓവർ മച്ച് ഓഫ് ദ അതേഴ്സ്. മറ്റുള്ളവരെ നിർബന്ധിച്ച് തങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിക്കാറുണ്ട്. പക്ഷേ ബട്ട് ബോസ് ആസ് എ റൂൾ are boss always, for egotism is beyond questions the boss foundation stone, his belief being that what interests him and involves himself as the central figure much interests you. പക്ഷേ ബോറന്മാർ എപ്പോഴും, ബട്ട് ബോസ് ആസ് റൂൾ ആർ ബോസ് ആൾവേസ്, ബോസ് ആർ ആൾവേസ് ബോസ്. ബോറന്മാർ എപ്പോഴും ബോറന്മാർ തന്നെ. പിന്നെ പറയുന്നത് ആദ്യത്തെ പാരഗ്രാഫിൽ കണ്ട ലാസ്റ്റ് 3 ലൈന് ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണത്. ആ ക്വസ്റ്റ്യൻ നമുക്ക് പറയാം. ഇത് ഈഗോട്ടിസം ഈസ് ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് ബോസ്. എല്ലാ ബോറന്മാരുടെയും അടിസ്ഥാന ശില ആത്മപ്രശംസയാണ്. His belief being that what interests him involves himself is a central figure as much interests you. താൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മറ്റുള്ളവരും ഇഷ്ടപ്പെടണമെന്ന് അവനൊരു വാശിയുള്ളതുപോലെയാണ് അവൻ ചിന്തിക്കുന്നത്. തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടും എന്ന് അവന് തോന്നുകയാണ്. അപ്പം തനിക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയും. മറ്റുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ ബോറടിക്കും. അപ്പോൾ ഈ 2 പാരഗ്രാഫിലൂടെ പറഞ്ഞത് സ്വന്തം കാര്യങ്ങൾ ഒട്ടും തന്നെ നോക്കാത്തവർ പോലും മറ്റുള്ളവരെ തങ്ങളുടെ അനുഭവങ്ങൾ, തങ്ങളുടെ കാര്യങ്ങൾ നിർബന്ധിച്ച് പറഞ്ഞു കേൾപ്പിക്കും. പക്ഷേ ബോറന്മാർ എപ്പോഴും ബോറന്മാർ തന്നെയാണ്. ബോറന്മാരുടെ അടിസ്ഥാന ശില ആത്മപ്രശംസയാണ്. താൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലും ഇഷ്ടപ്പെടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നത് പോലെയാണ്, അവന് വാശിയുള്ളതുപോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. Since he lives all the time and all the time something is happening in which he is a central figure, he always something new discourse upon himself, his house, his garden, himself, his wife, his children. ഇത് നമുക്കിങ്ങനെ പറയാം. സംതിങ് ന്യൂ ഈസ് ആൾവേസ് ഹാപ്പനിങ് ഇൻ വിച്ച് ഈസ് എ സെൻട്രൽ ഫിഗർ. അവൻ കേന്ദ്ര കഥാപാത്രമായ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ എപ്പോഴും സംഭവിച്ചു കൊണ്ടേയിരിക്കും. സിൻസ് ഹി ലിവ് ദ ഓൾ ടൈം ആൻഡ് ദ ടൈം സംതിങ് ഈസ് ഹാപ്പനിങ് ഇൻ വിച്ച് ദ സെൻട്രൽ ഫിഗർ. അവനായിരിക്കും കേന്ദ്ര കഥാപാത്രം. എന്നാൽ അവനുമായി ബന്ധപ്പെട്ട കേന്ദ്ര കഥാപാത്രം എന്ന് പറഞ്ഞാൽ അവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്.
ഹി ഹാസ് ഓൾവേസ് സംതിങ് എ ന്യൂ ഡിസ്കോസ് അപ്പോൺ. അല്ലേ, അവൻ സാധാരണയായി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹിംസെൽഫ്, ഹിസ് ഹൗസ്, അല്ലേ അവൻ, അവൻ്റെ വീട്, അവൻ്റെ പൂന്തോട്ടം, ഹിസ് ചിൽഡ്രൻ, ഹിംസെൽഫ് അവനെക്കുറിച്ച്, ഹിസ് കാർ അവൻ്റെ കാർ, ഹിസ് ഹാൻഡിക്യാപ്പ് അല്ല അദ്ദേഹത്തിൻ്റെ പോരായ്മ, ഹിംസെൽഫ് അദ്ദേഹത്തിൻ്റെ അംഗവൈകല്യം, അദ്ദേഹത്തിൻ്റെ ആരോഗ്യം, അതുപോലെ തന്നെ പൂർവികന്മാർ, ഹിസ് ആൻസസ്ട്രി വീണ്ടും അദ്ദേഹത്തെ ഇതിലെ സ്ട്രേഞ്ച് വേ ഇൻ വിച്ച് അല്ലെങ്കിൽ എന്താണ് അവൻ്റെ മറ്റുള്ളവർ അവനെ വിശ്വസിച്ച് പറയുന്ന കാര്യങ്ങൾ, without the strange way in which without inviting them all kinds of people confide in him. അല്ലേ, അവൻ ആരോടും പറയില്ല എന്ന് വിചാരിച്ച് അവനോട് പറയുന്ന രഹസ്യമായ കാര്യങ്ങൾ. then all kinds of people confide him and ask him advice. അവനോട് ചോദിച്ച്, അവനോട് ആരെങ്കിലും ഉപദേശം ചോദിച്ചത്. ഹിസ് ഹ്യൂമറസ് വേ വിത്ത് വെയിറ്റേഴ്സ്, അദ്ദേഹത്തിന് വെയിറ്റേഴ്സുമായി ഉണ്ടായ വളരെ രസകരമായ സംഭവ വികാസങ്ങൾ. ഹിസ് ഇമ്മ്യൂണിറ്റി ഫ്രം ഇൻഫ്ലുവൻസ, അദ്ദേഹത്തിന് അസുഖത്തിൽ നിന്നുള്ള മോചനം. ഹിസ് ട്രാവൽസ്, അവൻ്റെ യാത്രകൾ. ഹിസ് ഇൻസ്റ്റിങ്ക്റ്റ് വിച്ച് ഓൾവേസ് ലെഡ്സ് ടു ഹിം ടു ദ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ്, ബെസ്റ്റ് റെസ്റ്റോറൻറ്റിലേക്ക് മാത്രം അദ്ദേഹത്തെ നയിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകൾ. ഹിസ് ക്ലോത്ത്സ്, അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ. ഹിസ് ഡെൻറ്റിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഡെൻറ്റിസ്റ്റ്, അദ്ദേഹം പോയ ഡെൻറ്റിസ്റ്റ്. ഹിസ് ഫ്രീഡം ഫ്രം ഷിബോലറ്റ്സ്, ഷിബോലറ്റ്സ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മോചനം. ഹിസ് ഫ്രീഡം, എന്തിൽ നിന്നുള്ള മോചനം? പഴയ രീതികളിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ മോചനം. ഹിസ് ബീയിങ് വൺ ഓഫ് ദോസ് മെൻ ഹു ലുക്ക് അപ്പോൺ ദ ഓപ്പൺ എയർ ആസ് ദ ബെസ്റ്റ് ചർച്ച്. ഏതാണ് ഏറ്റവും സംഭവമായ ഏറ്റവും നല്ല എന്താണ് സഭ എന്ന അവൻ്റെ ചിന്തകൾ. അല്ലെ, ബെസ്റ്റ് ചർച്ച്, ഏറ്റവും നല്ല സഭ അല്ലെങ്കിൽ ഏറ്റവും നല്ല പള്ളി ഏതാണെന്ന് അദ്ദേഹത്തിൻ്റെ ചിന്ത. ഹിസ് ബീയിങ് വൺ ഓഫ് ദോസ് മെൻ ഹു ലുക്ക് അപ്പോൺ ദ ഓപ്പൺ എയർ ആസ് ദ ബെസ്റ്റ് ചർച്ച്. ഹിസ് പോസിബിൾ ഇഗ്നറൻസ് ഓഫ് ദ ആർട്സ്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ, ആർട്സിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ. അല്ലേ, കലയിലെ അദ്ദേഹത്തിൻ്റെ അഭിരുചികൾ, അതേപോലെ ടാക്സുകാരെ അവൻ കബളിപ്പിച്ച കഥ. ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും. അല്ലേ, ഈ കാര്യങ്ങളെല്ലാം ignorance of the arts but the certitude as to what he himself likes, his triumph over the income people. അല്ലേ, ടാക്സുകാരെ അദ്ദേഹം പറ്റിച്ചത്, അല്ലേ അദ്ദേഹം അവരെടുത്ത് വിജയിച്ചത്. ദീസ് ആർ ഹാപ്പി മെൻ ദീസ് വേൾഡ്സ് ആക്സിലറീസ്. അല്ലേ, അവൻ്റെ വിചാരം എന്താണ്? ലാസ്റ്റ് പറയുന്നത് എന്താണ്? ആ ഒരു ലൈനിൽ നോക്കാം. ദീസ് ആർ ഹാപ്പി മെൻ ദീസ് വേൾഡ്സ് ആക്സിലറീസ്. അവൻ്റെ വിചാരം ഈ ലോകം മുഴുവനും തന്നെ അവനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് എന്നാണ്. അല്ലേ, ദേ തിങ്ക് ദാറ്റ് ദ വേൾഡ് ഡിപ്പെൻഡ്സ് ഓൺ ദം. ലോകം മുഴുവനും അവനുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അല്ലേ, അവനില്ലെങ്കിൽ എന്താണ്, ഈ ലോകം തന്നെ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് ഈ ബോറന്മാർ ചിന്തിക്കുന്നത്. I have been referring to Bose exclusively as men. Whether that is quite just, I am not sure, but I shall leave it there. എല്ലാ ബോറന്മാരും പുരുഷന്മാരാണ് എന്ന രീതിയിലാണ് ഞാൻ ഇതുവരെ സംസാരിച്ചത്. അത് ശരിയാണോ എന്ന കാര്യത്തിൽ എനിക്ക് ഒരു ഉറപ്പൊന്നുമില്ല. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് വായിക്കാം. Boys are happy largely because they have so much to tell and come so well out of it. Out chiefly because they can find people to tell it to. The tragedy is they can always find their listeners. Me almost first. And why can they? Why can even notorious boys always be sure of an audience? The answer is the ineradicable kindness of human nature. Few men are strong enough to say, for heaven's sake, go away. You weary me.
ബോസ് ആർ ഹാപ്പി ലാർജ്ലി ബിക്കോസ് ദേ ഹാവ് സോ മച്ച് ടു ടെൽ ആൻഡ് കം സോ വെൽ ഔട്ട് ഓഫ് ഇറ്റ്. ബോറന്മാർ സന്തോഷവാന്മാരാണ്, കാരണം അവർക്ക് ധാരാളം പറയാനുണ്ട്. അവർ പറയുന്നത് കേൾക്കാൻ ആളെയും അവർക്ക് കിട്ടും. അതിൻ്റെ ദുരന്തം എന്നാണെന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും ശ്രോതാക്കളുണ്ടായിരിക്കും. അല്ലേ? ചീഫ്ലി ബിക്കോസ് ദേ ക്യാൻ ഫൈൻഡ് പീപ്പിൾ ടു ടെൽ ഇറ്റ്. അല്ലേ? അവരുടെ കാര്യങ്ങൾ പറയാൻ എപ്പോഴും ആളുകളുണ്ടായിരിക്കും. ദ ട്രാജഡി ഈസ്, അതിൻ്റെ ദുരന്തം എന്താണ്? ആസ് ദേ ക്യാൻ ആൾവേസ് ഫൈൻഡ് ദെയർ ലിസണേഴ്സ്. അവർക്ക് എപ്പോഴും ശ്രോതാക്കളെ ലഭിച്ചിരിക്കും. അപ്പോൾ മീ ആൾമോസ്റ്റ് ദ ഫസ്റ്റ്, ആദ്യം തന്നെ അവർക്ക് കിട്ടുന്ന ശ്രോതാവ് ആരായിരിക്കും? ഞാൻ തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ പറയുന്നത് വൈ ക്യാൻ ദേ, അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ? വൈ ക്യാൻ ഈവൻ നൊട്ടോറിയസ് ബോസ് ആൾവേസ് ബി ഷുവർ ഓഫ് എൻ ഓഡിയൻസ്. എന്തുകൊണ്ടാണ് അറുബോറന്മാർക്ക് പോലും ശ്രോതാക്കളെ ലഭിക്കുന്നത്? ദ ആൻസർ ഈസ്, അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ദ ഇൻഎറാഡിക്കബിൾ കൈൻഡ്നെസ് ഓഫ് ഹ്യൂമൻ നേച്ചർ, നാമാവശേഷമാക്കാൻ കഴിയാത്ത മനുഷ്യൻ്റെ ദയാപൂർവമായ പ്രകൃതി കൊണ്ടാണ് അറുബോറന്മാർക്ക് പോലും കേൾക്കാൻ ആളെ ലഭിക്കുന്നത്. അല്ലേ? ഫ്യൂ മെൻ ആർ സ്ട്രോങ് ഇനഫ് ടു സേ, വളരെ കുറച്ച് ആളുകളെ ഇവിടെ സ്ട്രോങ് ഉള്ളൂ. എന്ത് പറയാൻ? ഫോർ ഹെവൻ സേ ഗോ എവേ യു വിയറി മീ. അല്ലേ? ഒന്ന് പോവൂ, ഇവിടെ നിന്നൊരു പോയേ എന്താണ് നീ പറയുന്നത് മുഴുവൻ ഒരു ബോറിംഗ് ആണ് എന്ന് പറയുന്ന വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. ആരും അങ്ങനെ പറയില്ല. ഒരു ബോറനോടും ആരും പറയില്ല ഇവിടെ നിന്ന് പോയി താൻ ബോറായി എന്നൊന്നും ആരും പറയില്ല. അപ്പോൾ എന്താ പറയുന്നത്? ബോറന്മാർ സന്തോഷവാന്മാരാണ്, കാരണം അവർക്ക് ധാരാളം പറയാനുണ്ട്. അതിൻ്റെ ദുരന്തം എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ശ്രോതാക്കൾ ലഭിച്ചിരിക്കും. ആദ്യം ചിലപ്പോൾ ഞാൻ തന്നെയായിരിക്കും അതിൻ്റെ ശ്രോതാവ്. എന്തുകൊണ്ടാണ് അറുബോറന്മാർക്ക് പോലും ശ്രോതാക്കളെ കിട്ടുന്നത്? ഇതൊരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ആൻസറാണ് ദ ഇൻഎറാഡിക്കബിൾ കൈൻഡ്നെസ് ഓഫ് ഹ്യൂമൻ നേച്ചർ, മനുഷ്യൻ്റെ ദയാപൂർവമായ പ്രകൃതി കൊണ്ടാണത്. ബോസ് മേക്ക് കവാർഡസ് ഓഫ് ആൾ ആൻഡ് വി ആർ ലെഫ്റ്റ് ഐദർ ടു ലിസൺ ഓർ ടു എൻഡ്യൂർ ടു ടേക്ക് എ റെഫ്യൂജ് ഇൻ എ ക്രേവൻ ഫ്ലൈറ്റ്. അല്ലേ? നമ്മുടെ ഇവിടെ ബോറന്മാർ നമുക്ക് രണ്ട് ഓപ്ഷനേ നൽകുന്നുള്ളൂ. ബോസ് ഗീവ്സ് എസ് ഓൺലി 2 ഓപ്ഷൻസ്, 2 ഓപ്ഷൻസേ നൽകുന്നുള്ളൂ. വൺ ഈസ് ലിസൺ ടു ദം ഓർ റൺ അവേ. ഒന്നെങ്കിൽ അവരെ കേൾക്കുക, അല്ലെങ്കിൽ റൺ അവേ, ഓടിപ്പോവുക. ഒന്നല്ലെങ്കിൽ അവരെ ശ്രവിക്കുക, അല്ലെങ്കിൽ ഓടിപ്പോവുക. ഈ 2 ഓപ്ഷൻസ് മാത്രമേ നമുക്കിവിടെ ലഭിക്കുന്നുള്ളൂ. വി സീ ദം ഇൻ ദ ഡിസ്റ്റൻസ് ആൻഡ് ടേൺ ഡൗൺ സ്ട്രീറ്റ്സ് ആൻഡ് ഹേസൻ ഫ്രം ദ റൂം. അല്ലേ? അവരെ കാണുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഓടി രക്ഷപ്പെടുക. അല്ലേ? നമ്മളെ ഭീരുക്കളാക്കുന്ന ദൂരെ എങ്ങാനും അവരുടെ നിഴൽ കണ്ടാൽ അവരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മൾ വഴി മാറിപ്പോകും. ഈ 2 ഓപ്ഷൻസേ ബോറന്മാർ നമുക്ക് നൽകുന്നുള്ളൂ. ഈ 2 ലൈനിൽ അതാണ് പറയുന്നത്. വി സീ ദം ഇൻ ദ ഡിസ്റ്റൻസ് ആൻഡ് ടേൺ ഡൗൺ സൈഡ് സ്ട്രീറ്റ്സ് ഓഫ് ഹേസൻ ഫ്രം ദ റൂം. എന്നിട്ട് എന്ത് ചെയ്യുക? റൂമിലേക്ക് തിരക്കിട്ട് ഓടി നമ്മൾ രക്ഷപ്പെടും, ബോറന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. One man I know has a compact with a page boy whose duty is whenever my friend is attacked by a certain bore in the club or hasten up and they say he wanted me on the telephone. An ingenious device, but it must not be worked too often because my dear friend, although he can stoop to deceit and subterfuge, a friend of mine has an arrangement with a messenger in the club. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അദ്ദേഹത്തിന് ക്ലബിലെ ഒരു ജോലിക്കാരനുമായി ഒരു ഇടപാടുണ്ട്. ഏതെങ്കിലും ഒരു ബോറൻ വന്ന് എൻ്റെ കൂട്ടുകാരനെ അമിതമായി ബോറടിപ്പിക്കുകയാണെങ്കിൽ ആ ജോലിക്കാരൻ വന്ന് കൂട്ടുകാരനോട് പറയണം അവർക്ക് ഫോൺ വന്നിട്ടുണ്ടെന്ന്. ഇങ്ങനെ ഒരു സംഭവം എനിക്കറിയാം. അല്ലേ? വൺ മാൻ ഐ നോ ഹാസ് എ കോമ്പാക്ട് വിത്ത് എ പേജ് പോലെ ഒരു ജോലിക്കാരനുണ്ട്. ഹൂസ് ഡ്യൂട്ടി, അദ്ദേഹത്തിൻ്റെ കടമ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ക്ലബിൽ അദ്ദേഹത്തെ ബോറടിപ്പിക്കുകയാണെങ്കിൽ, അല്ലേ, ദ ഡ്യൂട്ടി ഓഫ് ദാറ്റ് പേജ് ബോയ് ഈസ് ടു കം ആൻഡ് ടെൽ മൈ ഫ്രണ്ട് ദർ ഈസ് എ ടെലഫോൺ കോൾ ഫോർ ഹിം ഇഫ് ഹീ ഈസ് ബീയിങ് ബോർഡ് ബൈ എ ബോർ. ഏതെങ്കിലും ഒരു ആൾ അദ്ദേഹത്തെ ബോറടിപ്പിക്കുകയാണെങ്കിൽ അദ്ദേഹത്തോട് വന്ന് പറയാൻ പറയും എന്ത്, അയാൾക്കൊരു ഫോൺ വന്നിട്ടുണ്ട് എന്ന്. പക്ഷേ ഈ ഒരു കൗശലം എപ്പോഴും പ്രയോഗിക്കാൻ പറ്റില്ല. It must not be worked too often because my dear friend, although he can stoop to deceit and subterfuge, would not be anything let the bore think he was avoiding them. അല്ലേ?
എപ്പോഴും എടുത്ത് പ്രയോഗിക്കാൻ പറ്റിയ ഒരു ഐഡിയ ഇല്ല ഇത്. കാരണം എൻ്റെ കൂട്ടുകാരൻ ചില വില കുറഞ്ഞ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ആൾക്കാരെ ചതിക്കുമെങ്കിലും ഒരാളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണെന്ന് അവന് തോന്നിപ്പിക്കുന്നത് ആർക്കിഷ്ടമല്ല? എൻ്റെ ഫ്രണ്ടിന് ഇഷ്ടമല്ല. കൂടാതെ മറ്റുള്ള ആളുകളെ വേദനിപ്പിക്കാൻ പറ്റുകയുമില്ല. വുഡ് നോട്ട് ബി എനിത്തിങ് ലെറ്റ് ദ ബോർ തിങ്ക് ഹി വാസ് അവോയ്ഡിങ് ദം. ഒരിക്കലും ആ ബോറൻ അവൻ ഒഴിവാക്കുകയാണെന്ന് തോന്നുകയും പറ്റരുത്. would not be grief that complacent candid face, for it is one of the boss greatest asset that he has simplicity that disarms. കൗശലക്കാർ ഒരിക്കലും ബോറന്മാരാകില്ല. കാരണം അല്ലേ, അതുപോലെ തന്നെ ജോലിയിൽ വ്യാപൃതരായിരിക്കുന്നവരും ഒരിക്കലും ബോറന്മാരാവുകയില്ല. He is one of the boss greatest asset that simplicity that disarms. ആസ്റ്റിറ്റ്യൂഡ് ക്രാഫ്റ്റി മെൻ ആർ സെൽഡം ബോസ്. അതുപോലെ തന്നെ ആസ്റ്റിറ്റ്യൂഡ് അല്ലേ, കൗശലക്കാർ, ക്രാഫ്റ്റി മെൻ അതുപോലെ എപ്പോഴും ഒരു പ്രവൃത്തിയിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, ജോലിയിൽ വ്യാപൃതരായിരിക്കുന്ന ആളുകളും ആർ സെൽഡം ബോസ്. സെൽഡം എന്ന് പറഞ്ഞാൽ നെഗറ്റീവാണ്, ഒരിക്കലും ബോറന്മാരാകില്ല. വെരി ബിസി മെൻ ആർ സെൽഡം ബോസ് അല്ലേ, വളരെ തിരക്കുള്ള ആളുകളും ഒരിക്കലും ബോറന്മാരാകുകയില്ല. കൗശലക്കാരും തിരക്കുള്ള ആളുകളും ഒരിക്കലും ബോറന്മാരാവുകയില്ല. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഭാഗം. ഇതിൽ പറഞ്ഞത് ഈ ഒരു പാരഗ്രാഫിൽ, ഇപ്പോൾ എടുത്ത പാരഗ്രാഫിൽ പറഞ്ഞത് രണ്ട് കാര്യം. ഒരു എക്സാമ്പിൾ പറഞ്ഞു അല്ലേ, അത് ബോറന്മാരെക്കുറിച്ച്. ബോറന്മാർ സന്തോഷവാന്മാരാണ്, കാരണം അവർക്ക് എപ്പോഴും കേൾക്കാൻ ആളുകളെ ലഭിക്കും. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു, എന്തുകൊണ്ടാണ് ബോറന്മാർക്ക് പോലും ശ്രോതാക്കൾ ലഭിക്കുന്നത്? അതിൻ്റെ ആൻസർ എന്താണ്? ദ ഇൻഎറാഡിക്കബിൾ കൈൻഡ്നെസ് ഓഫ് ഹ്യൂമൻ നേച്ചർ. രണ്ടാമത്തെ അതിൻ്റെ രണ്ട് ഭാഗത്ത് നേരെ താഴെ തന്നെ നമ്മളൊരു എക്സാമ്പിൾ കണ്ടു അല്ലേ. ഒരു ബോറിൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എന്താണ്? വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് അസറ്റ് ഓഫ് എ ബോർ? ദ ഗ്രേറ്റസ്റ്റ് അസറ്റ് അല്ലേ, ഫോർ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബോസ് ഗ്രേറ്റസ്റ്റ് അസറ്റ് ദാറ്റ് ഹി ഹാസ് സിംപ്ലിസിറ്റി ദാറ്റ് ഡിസാംസ്. അവൻ്റെ എളിമയുള്ള ഒരു അഭിനയമാണത്. അത് കാണുമ്പോൾ മറ്റുള്ളവർ അതിൽ വീണുപോകും. ഇതാണ് ഒരു ബോറൻ്റെ ഗ്രേറ്റസ്റ്റ് അസറ്റ്. അതുപോലെ തന്നെ ലൂക്കാസിൻ്റെ അഭിപ്രായത്തിൽ ആർക്കാണ് ബോറന്മാരാകാൻ പറ്റാത്തത്? അതും ആ പാരഗ്രാഫിൻ്റെ ലാസ്റ്റിൽ നമ്മൾ കണ്ടു. ആസ്റ്റിറ്റ്യൂഡ് ക്രാഫ്റ്റി മെൻ ആർ വെരി ബിസി മെൻ ആർ സെൽഡം ബോസ്. വിവേകമുള്ള കൗശലക്കാരും ജോലി തിരക്കുള്ളവരും ഒരിക്കലും ബോറന്മാരാവുകയില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഇത്രയും ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നൗ ഐ ഹിയർ ടു സ്റ്റോപ്പ് മൈ ക്ലാസ്. താങ്ക് യു.